രാഷ്ട്രീയ പാർട്ടിയെ തന്നെ പ്രതിയാക്കുക എന്നുള്ളത് ഇന്ത്യയിൽ സമീപകാലത്തുണ്ടായത് ദില്ലി മദ്യനയ കേസിൽ ആം ആദ്മി പാർട്ടിയെ പ്രതിയാക്കിയതാണ്. യഥാർത്ഥത്തിൽ PMLA നിയമം ഇന്ത്യൻ പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നത് കള്ളപ്പണം തടയുന്നതിന് വേണ്ടിയിട്ടാണ്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ മയക്കുമരുന്ന് ഉൽപ്പാദനവും വിതരണവും കള്ളപ്പണം ഉപയോഗിച്ച് നടപ്പിലാക്കുന്നു എന്നുള്ള പ്രശ്നത്തിൽ അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമം എന്നാണ് പറഞ്ഞത്. കർശന വ്യവസ്ഥകളുള്ള ഒരു നിയമമാണ്. യഥാർത്ഥ കുറ്റവാളികൾക്കെതിരായിട്ട് മാത്രം ഉപയോഗിക്കേണ്ട ഒരു നിയമത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലയിൽ കെട്ടിവെച്ചത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരത്തെയുള്ള പ്രഖ്യാപനത്തിൽ നിന്നുള്ള വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വസ്തുതകൾ വ്യക്തമാക്കുന്നത് തങ്ങൾക്കെതിരായിട്ട് പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ അവരിൽ ചിലരെ വിലപേശാനും ചിലരെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനും സമ്മർദ്ദത്തിന് വഴങ്ങാത്തവരെ ഈ കേസിൽ പ്രതിയാക്കി ജയിലിൽ അടയ്ക്കാനുമൊക്കെയുള്ള നിഗൂഢ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ CPIM പ്രതിയാക്കിയിട്ടുള്ളത്. നേരത്തെ ആം ആദ്മി പാർട്ടി നേതാവായിരുന്ന അന്നത്തെ ദില്ലി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ ഈ കേസിൽ പ്രതിയാക്കിയതിന് സുപ്രീം കോടതി പിന്നീട് നിശിതമായിട്ട് വിമർശിക്കുകയുണ്ടായി. അപ്പോൾ ഇത് ഈ ജനാധിപത്യ വിരുദ്ധ പ്രവണതയ്ക്കെതിരായിട്ട് ജനാധിപത്യ സമൂഹം പ്രതികരിക്കണം എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. ഈ കേസിൽ 21-ാം തീയതി CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ ഹാജരാവണം എന്നുള്ള നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. PMLA കോർട്ടിൽ ഹാജരാകും, നിയമ പോരാട്ടം നടത്തും. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഖ്യാനം. പക്ഷേ ഇത്തരത്തിൽ ഒരു ക്രിമിനൽ കേസിൽ, അതും ഒട്ടേറെ കർശന വ്യവസ്ഥകളുള്ള ഒരു കേസിൽ രാഷ്ട്രീയ പാർട്ടിയെ ചേർത്തത്, CPIM-നെ പ്രതി ചേർത്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അതിനെതിരായി ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്നു. നിയമപരമായി കോടതിയിൽ നിയമപോരാട്ടം നടത്തുമ്പോൾ തന്നെ രാഷ്ട്രീയമായി ഈ ജനവിരുദ്ധതയ്ക്കെതിരായിട്ട് ജനങ്ങളെ അണിനിരത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ 20-ാം തീയതി തൃശ്ശൂർ നഗരത്തിൽ EMS സ്ക്വയറിൽ വിപുലമായൊരു ജനകീയ പ്രതിഷേധ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ V. ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ ആ പരിപാടിയിൽ പങ്കെടുക്കും. ഇതാണ് പറയാനുള്ള കാര്യം.